കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കുന്ന രീതികൾ നമുക്ക് നോക്കാം. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിലും ഭഗവാന്റെ ചൈതന്യം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് ആരാധനാലയങ്ങൾ അഥവാ ക്ഷേത്രങ്ങൾ. വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നാം ചില ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. അലക്കി വൃത്തിയാക്കിയതോ ഈറനോടെയുള്ള വസ്ത്രമാണ് പണ്ടുള്ള ആളുകൾ ധരിച്ചിരുന്നത്. ഭഗവാന് സമർപ്പിക്കാനുള്ള പുഷ്പങ്ങൾ, എണ്ണ, കാണിക്ക എന്നിവ കയ്യിൽ കരുതാം. ക്ഷേത്രത്തിനുള്ളിൽ വച്ചിട്ട് ഉച്ചത്തിലുള്ള സംസാരം, ചിരി, പരിചയം പുതുക്കൽ, പരദൂഷണം എന്നിവ ഒഴിവാക്കി കഴിവതും നാമജപം മാത്രമായിരിക്കണം നമുക്ക്. മത്സ്യമാംസാദികൾ, ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗശേഷവും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ചുറ്റമ്പലത്തിന് പുറത്തുകൂടി വലം വെച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഭഗവാന്റെ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തെ വണങ്ങിയ ശേഷം ഭഗവാനെ തൊഴുക. ഭഗവാനെ തൊഴാനുള്ള അനുമതി തേടുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ വാഹനത്തെ വന്ദിക്കുന്നത്. തുടർന്ന് അതാത് ദേവൻ്റെ നാമം ഭക്തിയോടെ ജപിച്ച് ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണം ആരംഭിക്കാം. ഭക്തൻ്റെ വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വിധത്തിൽ വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ഇനി പ്രദക്ഷിണ രീതികൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഓരോ ദേവീദേവന്മാർക്കും ഓരോ രീതിയിലുള്ള പ്രദക്ഷിണ രീതികളാണ്. ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത്. ഗണപതി ഒഴികെയുള്ള ദേവീദേവന്മാർക്ക് ഒറ്റ പ്രദക്ഷിണം പാടില്ല. ഇനി ഓരോ നേരത്തെ പ്രദക്ഷിണവും നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്താണെന്നുള്ള വിശ്വാസം നമുക്ക് നോക്കാം. രാവിലെ പ്രദക്ഷിണം വെച്ചാൽ രോഗശമനവും, ഉച്ചയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ അഭീഷ്ടസിദ്ധിയും, സന്ധ്യയ്ക്കാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ പാപപരിഹാരവും, രാത്രിയാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ മോക്ഷവുമാണ് ഫലം. പൊതുവിൽ എല്ലാ ദേവീദേവന്മാർക്കും 3 പ്രദക്ഷിണമാകാം. ആദ്യത്തെ പ്രദക്ഷിണം പാപമോചനത്തിനും, രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശന അനുമതിക്കും, മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇപ്രകാരം 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത്. ഗണപതി ഭഗവാന് ഒറ്റ പ്രദക്ഷിണമാണെന്ന് പറഞ്ഞുവല്ലോ. സൂര്യഭഗവാനാണെങ്കിൽ 2 പ്രദക്ഷിണമാണ്. പരമശിവനായ മഹാദേവന് 3 പ്രദക്ഷിണവും, ദേവീഭാവത്തിന് 3, 5 അല്ലെങ്കിൽ 7 പ്രദക്ഷിണവും വയ്ക്കാവുന്നതാണ്. ചില ഇടങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ 4 പ്രദക്ഷിണം പറയപ്പെടുന്നു. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനായ മഹാവിഷ്ണുവിന്, ശ്രീരാമന്, ശ്രീകൃഷ്ണന്, ധന്വന്തരി ഭഗവാന് 4 പ്രദക്ഷിണമാണ് പറയാറുള്ളത്. ഹനുമാൻ, നാഗരാജാവ് ഇവർക്ക് 3 പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത്. ശാസ്താവ് പ്രതിഷ്ഠയാണെങ്കിൽ 5 പ്രദക്ഷിണമാണ്. സുബ്രഹ്മണ്യ ഭഗവാനാണെങ്കിൽ 6 പ്രദക്ഷിണം വയ്ക്കുന്നതാണ് ഉത്തമം. അരയാലിന് ചുറ്റും നാം സാധാരണയായി പ്രദക്ഷിണം വയ്ക്കാറുണ്ടല്ലോ. അരയാലിന് 7 പ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് വിശ്വാസം. ഇപ്രകാരമാണ് ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ രീതികൾ. ശ്രീകോവിലിൻ്റെ നടയിലും ബലിക്കല്ലുകളിലും തൊട്ടു തൊഴുക, കർപ്പൂരം കത്തിക്കുക ഇവയൊന്നും പാടുള്ളതല്ല. അബദ്ധവശാൽ ബലിക്കല്ലിൽ തട്ടിയാൽ തൊട്ടു തൊഴരുത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കുള്ള ഓവിൽ തൊടുകയോ ഓവിലൂടെ ഒഴുകുന്ന തീർത്ഥം കോരി കുടിക്കുകയോ അരുത്. പ്രദക്ഷിണക്ഷേത്രം കൊടിമര ചുവട്ടിൽ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം. അത് അത്യുത്തമമാണ്. സ്ത്രീകൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. ഒറ്റയടി പ്രദക്ഷിണമാണ് സ്ത്രീകൾക്ക് അഭികാമ്യം. നാം നമ്മെ തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമായിട്ടാണ് വഴിപാടുകൾ നടത്തുന്നത്. ഒന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാണ്.
ആഗ്രഹപൂർത്തീകരണത്തിനായി മാത്രം വഴിപാടുകൾ നടത്താതെ തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം നൽകുമെന്നാണ് വിശ്വാസം. എല്ലാ ക്ഷേത്രങ്ങളിലും നാം സ്ത്രീകൾ മുടി അഴിച്ചിട്ടുകൊണ്ടും അതുപോലെ തന്നെ പുരുഷന്മാർ ഷർട്ട്, ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ടും ദേവദർശനം പാടില്ല. ശ്രീകോവിലിൽ നിന്നുള്ള ദേവചൈതന്യം സർപ്പാകൃതിയിലാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ നടയ്ക്കു നേരെ നിന്ന് ഭഗവാനെ വണങ്ങാതെ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ മാറി നിന്ന് ഏകദേശം ഒരു 30 ഡിഗ്രി ചരിഞ്ഞു വേണം ഭഗവാനെ തൊഴാൻ. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും മറ്റു പ്രസാദങ്ങളും അവിടെ തന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. തൊഴുത് പുറത്തിറങ്ങിയ ശേഷം വേണം ചന്ദനവും മറ്റും തൊടുന്നതും. മറ്റു പ്രസാദങ്ങൾ സേവിക്കുന്നതും അപ്രകാരം തന്നെയാണ്. പൂല, വാലായ്മ തുടങ്ങി അശുദ്ധി സമയങ്ങളിൽ ക്ഷേത്രദർശനം പാടുള്ളതല്ല. ഇത് പൊതുവായ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളാണ്. അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.